തലയിൽ എം.പി. രാജേഷ് ജയിക്കാനാണ് സാധ്യത. വികസനത്തിനാണ് വോട്ടിച്ചെങ്കിൽ അദ്ദേഹം ജയിക്കും. മറ്റ് വർഗീയമായിട്ടുള്ള ചിന്താഗതിയായിട്ട് പോവുകയാണെങ്കിൽ മറ്റുള്ള പാർട്ടികളും ജയിക്കും. 100% രാജേഷ് ജയിക്കും. ബൽറാമ് ജയിക്കാൻ സാധ്യത. സംശയമാണ് എം.പി. രാജേഷ് ജയിക്കും. UDF ജയിക്കും. ബൽറാം രാജേഷ് ജയിക്കുന്ന തോന്നണേ. മറ്റേ ബൽറാമും ഇവിടെ വരച്ചതും കുഴപ്പമുണ്ടായിട്ടില്ല, രാജേഷും കുഴപ്പമുണ്ടായിട്ടില്ല. ഇത് രണ്ടു വന്നാലും നമുക്ക് കുഴപ്പമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അഫ്കോഴ്സ് എന്തായാലും LDF ആണ് വരുള്ളൂ. താമര ജയിക്കണം, അതാണ് എൻ്റെ അഭിപ്രായം. ബൽറാമിനാണ് സാധ്യത. എം.പി. രാജേഷ്. വെറും രാഷ്ട്രീയ വാഗ്ദാനങ്ങൾക്കപ്പുറം വികസനം അളവുകോലാക്കി നാട് മൊത്തം വോട്ട് രേഖപ്പെടുത്തുന്ന ഈ വേളയിൽ പള്ളിപ്പുറം പഞ്ചായത്തിലെ ജനങ്ങൾ ആർക്കൊപ്പം നിൽക്കും? ചോദിച്ചറിയാം നമുക്ക് നേരിട്ട് തന്നെ. ചേട്ടാ, ഇത്തവണ തൃത്താലയിൽ ആര് ജയിക്കാനാണ് സാധ്യത? കാരണം എന്താ? കാരണം ഇവിടെ അത്ര വികസനം കൊടുക്കുന്നുണ്ട്. രാജേഷ് ജയിക്കണം. കാരണം എന്താ? കാരണം എന്നത് രാജേഷിന്റെ വികസനം ആ രീതിയാണ്. ഈ നിയോജകമണ്ഡലം മുഴുവൻ ഈ കാണുന്ന റോഡ് കണ്ടില്ലേ, ഇതൊക്കെ ഇങ്ങനെ ആക്കി തീർത്തു അവനാണ്. അതിൻ്റെ പേരിൽ രാജേഷ് ജയിക്കണം, എന്നാലാണ് വീണ്ടും വികസനം ഇവിടെ നന്നായി വരുള്ളൂ. എം.പി. രാജേഷ് ജയിക്കാനാണ് സാധ്യത. കാരണം വെച്ചാൽ ഒരുപാട് എവിടെ തിരിഞ്ഞാലും റോഡ് പണിയും കാര്യങ്ങളും റോഡും വികസനം. ഇവിടെയൊക്കെ ബൽറാം 10 കൊല്ലം തിന്നിട്ടും ഇവിടെ റോഡ് കുണ്ടും കുഴിയായിട്ട് നടക്കാൻ പറ്റിയിരുന്നില്ല. ആ വളാഞ്ചേരി റോഡൊക്കെ ഇപ്പോൾ എവിടെ നോക്കിയാലും റോഡ് ഇതാണ്. എല്ലാ കാര്യങ്ങളും നമുക്ക് എവിടേക്ക് തിരിഞ്ഞാലും ഏത് റോഡിന് തിരിഞ്ഞാലും റോഡ് എല്ലാ കാര്യങ്ങളും മൂപ്പര് നല്ലപോലെ നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട്. 100% രാജേഷ് ജയിക്കും. കാരണം അയാൾ നല്ലൊരു വ്യക്തിയാണ്. അതിൻ്റെ പേരിൽ നമുക്ക് പല ഉപകാരങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ പേരിൽ അയാൾ ജയിക്കുന്ന പരിപൂർണ്ണ ധൈര്യമാണ് നമുക്ക്. എല്ലാവർക്കും സാധ്യത കാണുന്നുണ്ട്. എന്നാലും ചേട്ടന്റെ ആഗ്രഹം ആര് ജയിക്കണം എന്നാ? ആരും ഒരു മാറ്റം വേണ്ടല്ലോ, ബലറാം ജയിച്ചിട്ടാണ്. കാരണം ഭരണൊരു മാറ്റം എപ്പോഴും നമുക്ക് അനിവാര്യമല്ലേ. അതുകൊണ്ട് ആള് ജയിക്കണം എന്നാണ് ആഗ്രഹം. അഫ്കോഴ്സ് എന്തായാലും LDF ആണ് വരുള്ളൂ. കാരണം അത്രയും വികസനങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. ഇതിന് മുന്നേ ഉണ്ടായിരുന്ന ഒരു ജനപ്രതിനിധി എന്ന് പറയുന്നത് VT ബൽറാം സാറ്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടനാട് ഒരു വിശ്രമ കേന്ദ്രം വന്നിട്ടുണ്ട്. അത് പണി കഴിപ്പിച്ച് അവിടെ കിട്ടതേ ഉള്ളൂ. അത് എന്താ ചെയ്തതെന്ന് പോലും അറിയില്ല. അത് തുടർന്ന് പ്രവർത്തിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ എം.പി. രാജേഷ് ജയിക്കണമെന്നാണ്. കാരണം ഇവിടെ ഓവർ ബ്രിഡ്ജിൻ്റെ ഇപ്പോൾ VT ബൽറാം ഭരണത്തിലിരുന്ന സമയത്താണ് അതിൻ്റെ തറക്കല്ല് ഇട്ടതും. പക്ഷെ അതിനുശേഷം അതിൻ്റെ ഒരു പുരോഗമന പ്രവർത്തനങ്ങൾ നടന്നിട്ടില്ല. അപ്പം ഇത് എം.പി. രാജേഷ് കയറി കഴിഞ്ഞാൽ നടക്കുമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. മറ്റേ ബൽറാമും ഇവിടെ വരച്ചതും കുഴപ്പമുണ്ടായിട്ടില്ല, രാജേഷും കുഴപ്പമുണ്ടായിട്ടില്ല. ഇത് രണ്ടു വന്നാലും നമുക്ക് കുഴപ്പമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ചേട്ടാ, ഇത്തവണ തൃത്താലയിൽ ആര് ജയിക്കുന്ന ചേട്ടൻ പ്രതീക്ഷിക്കുന്നത്? എം.പി. രാജേഷ്. കാരണം എന്താ ആള് ജയിക്കുന്നത്? ഒരുപാട് വികസനം ചെയ്തിട്ടുണ്ടാവും. പ്രകാരം ജയിക്കുന്നതാണ് നമ്മളെ ഉറപ്പ്. തൃത്താലയിൽ ആര് ജയിക്കുന്ന ചേട്ടൻ പ്രതീക്ഷിക്കുന്നത്? സംശയമാണ് എം.പി. രാജേഷ് ജയിക്കും. കാരണം എന്താ ആള് ജയിക്കുന്നത്? വികസനം തന്നെ വേറെന്താ. അതുകൊണ്ട് ആള് ജയിക്കുന്നത് പ്രതീക്ഷിക്കുന്നു. ചേട്ടൻ എങ്ങനെയാ ആള് ജയിക്കുന്നത്? ട്രെൻഡ് പറയാനായിട്ടില്ല. രണ്ടുപേരും ഒറ്റയ്ക്കാണോ? ട്രെൻഡ് ഒന്നും ഉറപ്പിക്കാനായിട്ടില്ല. പ്രവചനാതീതമാണ്. ബൽറാമിനാണ് സാധ്യത. കാരണം എന്താ? ബൽറാം കൊണ്ടുവന്ന വികസനങ്ങളാണ് ഇവിടെ വന്നിട്ടുള്ളത്. അതുകൊണ്ട് ആള് ജയിക്കുന്നത്. ആള് ജയിക്കും. ചേട്ടൻ എന്താ എടുക്കുന്നത്? കാരണം കാരണം തന്നെ ബൽറാമിൻ്റെ വികസനം തന്നെ. എം.പി. രാജേഷ്. കാരണം എന്താ? വികസനം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ആള് ജയിക്കുന്നതാണ് ആഗ്രഹം. തലയിൽ ശക്തമായ മത്സരമാവും. ഇപ്പം നിലവിൽ 2 തവണ മറ്റേ MLA ആയിരുന്ന VT ബൽറാമിൻ്റെ ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ അതിലും ശക്തമായിട്ട് ഈ തവണ എം.പി. രാജേഷ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ രണ്ടുപേരും നല്ലൊരു പ്രകടനം തന്നെ ഇവിടെ കാഴ്ചവെക്കുന്നതാണ്. പ്രത്യേകിച്ചൊരു രാഷ്ട്രീയ നിരീക്ഷണം ഇല്ല, എന്നാലും ഇപ്പോൾ നിലവിലെ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ എം.പി. രാജേഷിനാണ് സാധ്യതയാണ്. കാരണം ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ അങ്ങനെ തോന്നുന്നത്. നമ്മൾ മുമ്പ് കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, രാജേഷും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആർക്കും ഇപ്പോൾ പെട്ടെന്ന് അങ്ങനെ തുറന്ന് പറയാൻ പറ്റില്ല. വോട്ട് വരുമ്പോൾ തന്നെ പറയാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് കാര്യം. ഇവിടെ എം.പി. രാജേഷ് ജയിക്കാനാണ് സാധ്യത. ഇവിടെ ഒരുപാട് വികസനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരുപാട് നല്ല കാര്യങ്ങൾ എം.പി. രാജേഷ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് LDF ആണ് ഇവിടെ ജയിക്കുന്നത്. കാരണം ഇവിടെ വികസനം എല്ലാ കാലത്തും വികസനമുണ്ട്. 10 വർഷം ബലറാമായിട്ട് ഒന്നും ചെയ്തില്ല. അപ്പോൾ 5 വർഷം കൊണ്ട് രാജേഷ് ചെയ്ത വികസനം നോക്കാച്ചാൽ സുഖമായിട്ട് ജയിക്കാം. ഒരുപാട് വികസനം ചെയ്തു. സ്കൂളായിട്ടും റോഡുകളായിട്ടും പാലം, ഇപ്പോൾ കാന്തപ്പ പാലം, സുശീലപ്പടി മേൽപ്പാലം, അങ്ങനെ വികസനങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. അത് വെച്ച് നോക്കിയിട്ട് രാജേഷിനെ ജയിക്കും. ബൽറാമ് ജയിക്കാൻ സാധ്യത. കാരണം പറഞ്ഞാൽ അവന് പ്രവർത്തകനും കാര്യങ്ങളൊക്കെ നന്നായിട്ട് ചെയ്യുന്ന ആളാണ്. ഒരു പ്രാവശ്യം തോറ്റൊന്നും നോക്കണ്ട, ഈ പ്രാവശ്യം ജയിക്കുന്നതാണ് ഞങ്ങളുടെ അഭിപ്രായം.
അതാണ് ആഗ്രഹം. തലയിൽ ജയിക്കുക MP രാജേഷ്. കാരണം എന്താ? കാരണം എന്ന് പറഞ്ഞാൽ അത്രയും വികസനം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ആള് ജയിക്കണം ആഗ്രഹം. രാജേഷിന്റെ വികസനമാണ് മെയിൻ. ആള് ജയിക്കും. ചേട്ടൻ ഇത്തവണ തൃത്താലയിൽ ആര് ജയിക്കണം എന്നാണ് ചേട്ടൻ ആഗ്രഹിക്കുന്നത്? എനിക്ക് മാഷ് ജയിക്കണം താല്പര്യം. കാരണം എന്താ? കാരണം രണ്ടിപ്പോൾ ഇടതുപക്ഷം കൊണ്ടും വലതുപക്ഷം കൊണ്ടുള്ള വികസനം ഇവിടെ എല്ലാം അയക്കണം. പിന്നെ അയാളെ കൊണ്ട് എന്തെങ്കിലും കഴിയുന്നുണ്ടെങ്കിൽ അയാളും ചെയ്യട്ടെ. ഇപ്പോൾ BJP അയക്കട്ടെ. നമ്മുടെ MP രാജേഷാണ് കൂടുതൽ ഒരു സാധ്യത കാണുന്നത്. ആള് ജയിക്കുന്നതാണ് കാരണം. കാരണം വികസനം പിന്നെ ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പേരിൽ നമ്മളെ തൃത്താല ഗവൺമെൻറ് ഹോസ്പിറ്റല്, അതേമാതിരി നമ്മളെ സുശീലപ്പടി അങ്ങനെയുള്ള വികസനങ്ങളൊക്കെ കൊണ്ടുവന്ന് ആ കാരണം കൊണ്ട് പറയാനുള്ളതാണ്. ആള് ജയിക്കണം. UDF ബൽറാം വികസനം ഉണ്ടായിരുന്നെങ്കിൽ ബൽറാം ഉണ്ടായിട്ടുള്ളൂ. ചേട്ടൻ തൃത്താലയിൽ ഇത്തവണ ആര് ജയിക്കാനാ സാധ്യത? കാരണം എന്താ? നല്ല വികസനമുണ്ട്. രാജേഷ് ജയിക്കുന്നു. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ തൃത്താലയിൽ ആര് ജയിക്കുന്നു ചേട്ടൻ പ്രതീക്ഷിക്കുന്നത്? അതിപ്പോ ബൽറാം ജയിക്കുന്നുണ്ട്. കാരണം എന്താ ആള് ജയിക്കുന്നത്? കാരണം ഗവൺമെന്റിനെതിരായിട്ടുള്ള ഇതന്നെയാണ്. ആള് ജയിക്കുന്നതാണ് ചേട്ടൻ പ്രതീക്ഷിക്കുന്നത്. രാജേഷ്. കാരണം എന്താ ആള് ജയിക്കുന്നത്? അത് പൊതുവെ എല്ലാവർക്കും നല്ല പ്രവർത്തനം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അതിന്റെ പേരിലാണ് അങ്ങനെ പറയുന്നത്. അതുകൊണ്ട് ആള് ജയിക്കുന്നു. ജയിക്കും. പ്രതീക്ഷകൾ വീട്ടിൽ വെട്ടാൻ ജയിക്കുന്നതാണ് പൊതുവെ. ചേട്ടൻ ഇത്തവണ തൃത്താലയിൽ ആര് ജയിക്കും? തവണ ഹൃദയത്തിലാണ് മാസ്റ്റർ V ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ. താമര ജയിക്കണം, അതാണ് എൻ്റെ അഭിപ്രായം. കാരണം എന്താ? കാരണം ഇനിയൊരു പുതിയ വികസനം നോക്കട്ടെ, അയാൾ വരുമോ നോക്കാം. VT ബലറാമാണ് ജയിക്കേണ്ടത്. കാരണം എന്താ? കാരണം 5 കൊല്ലം കൊണ്ട് 5 കൊല്ലം നമ്മുടെ MLA ആയപ്പോൾ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. മറ്റേ MP രാജേഷ് ചെയ്തതിനേക്കാൾ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് ആള് ജയിക്കാനാണ് ജയിക്കാൻ സാധ്യത. തലയിൽ MP രാജേഷ് ജയിക്കാനാണ് സാധ്യത. കാരണം കഴിഞ്ഞ 5 കൊല്ലമായിട്ട് ഒരുപാട് വലിയ പദ്ധതികൾ, കുപ്പി സ്കൂൾ കെട്ടിടങ്ങൾ, റോഡുകൾ, ഗവൺമെൻറ് ഹോസ്പിറ്റലുകൾ, തൃത്താല വലിയ താലൂക്ക് ഹോസ്പിറ്റൽ, പിന്നെ പുതിയ വില്ലേജ് ഓഫീസ്, അങ്ങനെയുള്ള വെള്ളിയാങ്കല്ല് ടൂറിസം പദ്ധതി 3.25 കോടി, പിന്നെ കാർഷിക മേഖലയിലേക്ക് 2.25 കോടിയുടെ പമ്പ് ഹൗസ്, ഇങ്ങനെ വലിയ പദ്ധതികൾ കൊടുക്കുന്നുണ്ട്. MLA ഫണ്ട് വളരെ ചെറിയതാണെങ്കിലും വലിയ വലിയ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് വലിയ, ഞാൻ നിൽക്കുന്ന ഈ റോഡ്, ഈ നിൽക്കുന്ന ഗേറ്റ് അഞ്ചുമല റോഡ്, ഗേറ്റ് കരുവാമ്പടി റോഡൊക്കെ അദ്ദേഹം വന്നിട്ട് ഫസ്റ്റ് വന്ന റോഡുകളാണ്. അപ്പോൾ വികസനത്തിനാണ് വോട്ടിച്ചെങ്കിൽ അദ്ദേഹം ജയിക്കും. മറ്റ് വർഗീയമായിട്ടുള്ള ചിന്താഗതിയായിട്ട് പോവുകയാണെങ്കിൽ മറ്റുള്ള പാർട്ടികളും ജയിക്കും. വികസനം അളവുകോലാക്കി നാട് വോട്ട് രേഖപ്പെടുത്തുന്ന ഈ വേളയിൽ പരുതൂർ ഗ്രാമപഞ്ചായത്തിലെ വോട്ടർമാർ ആർക്കൊപ്പം നിൽക്കും? പെണ്ണ് കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുക്കാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മാനുക്കാസ് ടവർ, റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ്, പട്ടാമ്പി.